ഹൈജീൻ ആരോഗ്യവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെ നിന്നാണ് രോഗങ്ങൾ വരുന്നത്? അതാണ് ആദ്യം പഠിക്കേണ്ടത്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് നാം ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത്. പിന്നീട് അവൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം പരപദാർത്ഥങ്ങളാണ്. പരപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യപദാർത്ഥങ്ങൾ. ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത വസ്തുക്കളെയാണല്ലോ അന്യപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ദൈവം സൃഷ്ടിച്ച ഈ ശരീരത്തിലേക്ക് ദൈവം സൃഷ്ടിച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുത്താൽ അത് പരപദാർത്ഥമല്ല. എന്നാൽ ദൈവം സൃഷ്ടിച്ചതല്ലാത്ത, ദൈവം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രകൃതി സൃഷ്ടിച്ച് തന്നതല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് കൊടുത്താൽ അത് രോഗമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതാണ് ഈ പരപദാർത്ഥങ്ങൾ? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന വാക്സിനുകൾ പരപദാർത്ഥമാണ്. അതൊരു ഭക്ഷണമല്ല. അതിനെ സ്വീകരിക്കാൻ ശരീരം തയ്യാറുമല്ല. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏത് വാക്സിൻ എടുത്തോളൂ, അതിൻ്റെ ഫാക്ട് ഷീറ്റ് വായിക്കൂ. അതിൻ്റെ അപകടങ്ങളും വളരെ വ്യക്തമായി എഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് മരുന്നുകളും. മരുന്നുകൾ ഒരു ഭക്ഷണമല്ല, അതുകൊണ്ട് തന്നെ അത് പരപദാർത്ഥമാണ്. അപ്പോൾ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനും രോഗങ്ങൾ വരാതിരിക്കുന്നതിനും പുറമെ നിന്ന് ഭക്ഷ്യപദാർത്ഥമല്ലാത്ത മറ്റ് വസ്തുക്കൾ ഏത് പേരിലാകട്ടെ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ, എന്ത് പേരിലാകട്ടെ കൊടുക്കുന്നുവെങ്കിൽ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് പരപദാർത്ഥമാണ്, അന്യപദാർത്ഥമാണ്. ഇംഗ്ലീഷിൽ ഫോറിൻ മാറ്റർ. ഇത് ശരീരത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പരപദാർത്ഥങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം. ഒന്നാമത്തേത്. അടുത്തത് നമുക്ക് അടുത്തൊരു ക്ലിപ്പിൽ പറയാം.